എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതയിലേക്ക് സ്വാഗതം. ഞാൻ ജരാസന്ധനെയാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ചാനലിൽ ഒരു കമൻറ്റിലൂടെ ഷിജു തോമസ് ജരാസന്ധനെ പരിചയപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചു. അതനുസരിച്ചാണ് ഞാനിത്. അപ്പോൾ ജരാസന്ധനായിട്ട് ഷിജുവും ഭീമനായിട്ട് ഷിജുവിൻ്റെ വൈഫും അഭിനയിച്ചു. ആ നാടകത്തിന് ശേഷം ഷിജു ഒരാഴ്ച ഹോസ്പിറ്റലായിരുന്നു എന്നും പറഞ്ഞു. അപ്പോൾ ജരാസന്ധൻ ആരാണെന്ന് അറിയണ്ടേ? മഹാഭാരതം എന്ന ഇതിഹാസ കഥയിലെ ഒരു കഥാപാത്രമാണ്. മഗധ രാജാവായ ബൃഹദ്രഥൻ എന്ന രാജാവിൻ്റെ പുത്രനായിരുന്നു. ബൃഹദ്രഥൻ വിവാഹം കഴിച്ചത് കാശി രാജാവിൻ്റെ ഇരട്ട പെൺമക്കളെ ആയിരുന്നു. അവർക്ക് സന്താന ഭാഗ്യം ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ ഒരു മഹർഷി രാജ്യം സന്ദർശിച്ചപ്പോൾ ഒരു പഴം അവർക്ക് നൽകി. അത് കഴിച്ചാൽ കുട്ടിയുണ്ടാകുമെന്നും പറഞ്ഞു. രാജാവ് ഇത് രണ്ടായിട്ട് ഭാഗിച്ചിട്ട് 2 പേർക്കുമായിട്ട് കൊടുത്തു. അവർ അത് കഴിച്ചു. ഉടനെ അവർക്ക് ഗർഭം ധരിച്ചു. ഒരേ സമയം അവർ പ്രസവിച്ചത് എങ്ങനെയായിരുന്നു എന്നറിയോ? 2 കഷ്ണങ്ങളായിരുന്നു, 2 ഭാഗങ്ങളായിരുന്നു. ഒരു കുട്ടിയുടെ പകുതി ഭാഗം വീതം, അങ്ങനെ 2 കഷ്ണങ്ങളായിരുന്നു. 2 കഷ്ണം കിട്ടിയിട്ട് എന്ത് ചെയ്യാന്? രാജാവ് അതിനെ കാട്ടിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞു. അവർ കാട്ടിൽ ഉപേക്ഷിച്ചു. അതുവഴി വന്ന ജര എന്ന രാക്ഷസി, പിശാചെന്നും പറയുന്നുണ്ട് കേട്ടോ, അവരൊക്കെ മാംസം ഭക്ഷിക്കുന്നതാണല്ലോ. രാക്ഷസി ഈ കുട്ടിയെ കണ്ടപ്പോൾ, ഈ 2 കഷ്ണങ്ങൾ കണ്ടപ്പോൾ അതിനെ കൂട്ടിയോജിപ്പിച്ചു. അതൊരു മനുഷ്യരൂപമായി മാറി. ആ കുട്ടി വളർന്നു, മഗധയിൽ വളർന്നു. അതാണ് ജരാസന്ധൻ. ജരാസന്ധന് 10,000 ഗജവീരന്മാരുടെ കരുത്തുണ്ടായിരുന്നു. ജരാസന്ധൻ കൗരവപക്ഷക്കാരനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പുത്രിമാരെ കംസന് വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പോൾ റിലേഷനാകുമല്ലോ. ശ്രീകൃഷ്ണനും ജരാസന്ധനും ഒക്കെ റിലേറ്റീവ്സ് ആകും. ശ്രീകൃഷ്ണൻ്റെ മാമനാണല്ലോ കംസൻ. ശ്രീകൃഷ്ണനാണ് കംസനെ കൊന്നത്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് കഥ അങ്ങനെ പോകും കേട്ടോ. പുരാണ കഥകളൊക്കെ അങ്ങനെ പോവുകയാണ്. ഇതിനെ ശ്രീകൃഷ്ണൻ കൊന്നപ്പോൾ പുത്രിമാർക്ക് ഭർത്താവില്ലാണ്ടായല്ലോ. അങ്ങനെ വിരോധം വരും. കഥ അങ്ങനെ നീളുകയാണ്. ജരാസന്ധൻ്റെ കഥ പിന്നീട് സാധിക്കുകയാണെങ്കിൽ വിവരിക്കാം കേട്ടോ. കുപ്പുകയോടെ ലക്ഷ്മി ശിവ.